സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ സഹോദരനായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ വിത്തനശ്ശേരി അവരെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മഹാത്മാ അയ്യങ്കാളിയുടെ 83-ാം ഓർമ്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു മഹാത്മാവിനെ കൂടി അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണത്. പാലക്കാടിൻ്റെ അയ്യങ്കാളി എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിച്ച ശ്രീ KT രാഘവൻ സാറ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾക്ക് പലതിനും ശാശ്വത പരിഹാരം നേടിത്തരാനും അധസ്ഥിത ജനവിഭാഗത്തിന് ഒരു അഡ്രസ്സ് ഈ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കി തരാനും ഒക്കെ ആയിട്ട് പ്രയത്നിച്ച ഒരു മഹാനാണ് ശ്രീ KT രാഘവൻ സാർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ മായണ്ടി സാറ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പ്രസംഗിക്കും. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹാത്മാ അയ്യങ്കാളിയുടെ 83-ാം ഓർമ്മദിനം ആഘോഷിക്കുന്ന ഈ ചടങ്ങിന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ മഹത് വ്യക്തികൾക്കും നേതാക്കൾക്കും വിവിധ സമുദായ സംഘടനകളിലും വിവിധ രാഷ്ട്രീയ അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന മഹാന്മാരായ ആളുകൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആ സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ ഈ രംഗത്തുനിന്ന് ഒഴിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹം. അദ്ദേഹം നടത്തിയിരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പോരാട്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടത്തിയത് ഇവിടെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം, അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കണം, അതുകൊണ്ട് അവരുടെ കുട്ടികളെ യഥേഷ്ടം സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഐതിഹാസികമായ ആ സമരമാണ്. ആ സമരത്തിന് അദ്ദേഹം ചെയ്തത് ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ ഇവിടുത്തെ കൃഷിഭൂമി മുഴുവൻ തരിശിടും, ഇല്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങള് ഈ കൃഷിഭൂമിയിൽ പണിക്കിറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ കാർഷിക മേഖലയിൽ നടത്തിയ ആ സമരമാണ്. ആ കാർഷിക മേഖലയിലെ ആ സമരം വളരെയധികം കേരളത്തിലെ ആ നവോത്ഥാന ചരിത്രത്തിലും സാമൂഹിക മാറ്റങ്ങൾക്കും ആ സമരം വഴിതെളിച്ചുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും വർഷങ്ങളോളം 2 വർഷത്തോളം നീണ്ടുനിന്ന ആ സമരം വിജയത്തിലെത്തിച്ചു. അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് അദ്ദേഹം പ്രധാനമായിട്ട് വളരെ പ്രാമുഖ്യം നൽകി നടത്തിയ സമരം. എന്റെ സമുദായത്തിൽ നിന്ന് 10 BA ഉണ്ടാക്കണം എന്ന് അദ്ദേഹം
വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, എന്റെ ആവശ്യം അതാണെന്ന് പറഞ്ഞു. അതിന്റെ ആ ഉള്ളടക്കം എന്താണ്? വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിത ജനവിഭാഗത്തിന് മോചനമുള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക മേഖലയിൽ നടന്ന ആദ്യത്തെ സമരമാണെന്ന് ഈ പറഞ്ഞ അയ്യങ്കാൾ നടത്തിയ അന്നത്തെ സമരം. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം സാർവത്രികമായിട്ട് ഈ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അന്ന് ലഭിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സമരം അദ്ദേഹം നടത്തിയത് വില്ലുവണ്ടി യാത്ര എന്ന പേരിലാണ്. അന്ന് കേരളത്തിലെ തെരുവീതികളിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും യഥേഷ്ടം നടക്കാവുന്ന ഒരു കാലഘട്ടത്തില്, കടന്നു പോകുന്ന കാലഘട്ടത്തില് മനുഷ്യരായ ഇവരുടെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ വില്ലുവണ്ടി യാത്ര നടത്തി. അതുപോലെ തന്നെ അവിടെ നായർ നാടന്മാരുടെ പ്രഹരങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വില്ലുവണ്ടി യാത്ര അദ്ദേഹത്തിന്റെ ആ നാട്ടിലൂടെ അങ്ങോട്ട് നടത്തുകയാണ്. അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രധാനപ്പെട്ട സമരം. ഇപ്പൊ വിദ്യാഭ്യാസത്തിനായി, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി. അതുപോലെ തന്നെ നിരവധി സമരങ്ങൾ അദ്ദേഹം നടത്തി. കല്ലുവാര സമരം, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്താ സ്ഥിതി? സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പാടില്ല. അവരിങ്ങനെ ഈ മാല ഇങ്ങനെ കഴുത്തിലിട്ട് ആ മാറൊക്കെ മറയുന്ന വിധത്തിലുള്ള ഒരു സ്ഥിതി പാടുള്ളൂ. റൗക്കിയ ജാക്കറ്റ് ഒന്നും അന്ന് ഇടാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ കല്ലുമാല ആ സമരം, ആ കല്ലുമാലകൾ വലിച്ചെറിയുന്ന ഒരു സമരം, മഹത്തായ സമരം അദ്ദേഹം നടത്തി. ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തതും കേരളത്തിലെ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊടുത്തതുമായ ഈ അയ്യങ്കാളിയുടെ ഈ മഹത്തായ ഈ ഓർമ്മ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എന്ത് മാറ്റമാണ് അതുകൊണ്ടുണ്ടായത്? അദ്ദേഹം പറഞ്ഞെന്ന് 10 BA-ക്കാര് എന്റെ സമുദായത്തിൽ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മാറ്റം നമ്മുടെ സമൂഹത്തിനുണ്ടായി? അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ധീരോത്തമായ ആ സമരം കൊണ്ട് എന്ത് മാറ്റമാണ് നമ്മുടെ കേരളത്തിലെ പൊതുജീവിതത്തിലുണ്ടായത്? ഇവിടുത്തെ ദളിതർക്കും അതുപോലെ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആയിട്ടുള്ള ഒരു അവസരം കൂടി ഇതിനെ കണക്കാക്കണം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കടക്കാം. ഇപ്പോ എന്തുകൊണ്ടും വളരെ ഒരു അരക്ഷിതാവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം കടന്നു പോകുന്നത്. ഈ ജാതീയതയും ഈ വർഗീയതയും കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന ജനം ഇന്ത്യൻ ഭരണഘടനയെ പോലും അട്ടിമറിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യാതൊരു പ്രസക്തിയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളാണെന്ന് നമ്മുടെ ആ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെയുള്ളതായ നമ്മുടെ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എത്ര ആ നിയമങ്ങൾ അവിടെ പാസ്സാക്കിയത്. കാശ്മീരിൽ 370 കളഞ്ഞു, സവർണ സമരം കൊണ്ടുവന്നു, അതുപോലെ തന്നെ പൗരാവകാശ ബില്ല് കൊണ്ടുവന്നു, മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. അതുപോലെ എന്തെല്ലാം നിയമങ്ങള് ഈ സർക്കാർ, ഈ ഭരണകൂടം ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, ഈ 10 വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കി. ഇത് ഭരണഘടനയിലെ നടപടിക്രമങ്ങളെ, തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടാണ് ചെയ്തത്. 103-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭേദഗതി നടത്തി. ഈ പറയുന്ന അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പട്ടികജാതിക്കാരുടെ മുഴുവൻ കടക്കി കത്തിവയ്ക്കുന്ന ഒരു വലിയൊരു നിയമമാണ് അവിടെ നടപ്പിലാക്കിയത്. ആ 103-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇവിടുത്തെ മുന്നോക്ക ജാതിക്കാർക്ക്, പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്ന പോലുള്ള ആ സംവരണം ഇവിടുത്തെ മുന്നോക്ക ജാതിക്കാർക്ക് ഇവിടെ കൊടുത്തു. ഈ പറഞ്ഞ മുന്നോക്ക സംവരണം ഇല്ല. ഒരിക്കലും ഭരണഘടനയിൽ മുന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കാൻ പറയുന്നില്ല. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, അതായത് ജാതിയിൽ താഴ്ന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഈ സംവരണം എന്ന് പറയുന്നത്. ഭരണഘടനയിലെ 15, 16 വകുപ്പും പറയുന്നത്. ആ വകുപ്പിനെ ഭേദഗതി വരുത്തി ഇവിടെ. അതിന്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ, ഈ ഇത്രയും എംപിമാർ നടന്നു നിൽക്കുന്ന നമ്മുടെ ഈ 543 മറ്റേ 100 എംപിമാര്, ഈ എംപിമാർ മുഴുവൻ ഈ ബില്ല് കൊടുത്തപ്പോൾ വായും പൊളിച്ചിരിക്കുകയാണ്. ഒറ്റെണ്ണം വേണ്ടിയില്ല. ആ 3 മുസ്ലിം മറ്റേ എംപിമാരൊഴികെ ബാക്കി ആരും അവര് വോട്ട് ചെയ്തില്ല. അവർ നേരെ തിരിച്ചു വോട്ട് ചെയ്തു, ഇതിനെതിരായിട്ട് വോട്ട് ചെയ്തു. DMK എന്ന് പറയുന്ന
മറ്റു പാർട്ടിയുടെ മെമ്പർമാര് മുഴുവൻ ഇറങ്ങിപ്പോയി. അപ്പൊ ആരുടെയും ഒരു എതിർപ്പുമില്ലാതെ വളരെ സുഖമായിട്ട് ആ ബില്ല് പാസാക്കി. ഇവിടത്തെ മുന്നോക്ക ജാതിക്കാർക്ക് സംവരണം, ജാതിയിൽ താഴ്ന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സംവരണം മുന്നോക്ക ജാതിക്കാർക്ക് ഇവിടെ കൊടുത്തു. ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. ഒരു ഭരണഘടന പ്രകാരം അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു ബില്ല് പാസ്സാക്കാൻ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരണം, അത് പാർലമെന്റ് ചർച്ച ചെയ്യണം, ദിവസങ്ങളോളം ചർച്ച ചെയ്യേണ്ടി വരും, ചർച്ച ചെയ്യണം. അതിനുശേഷം അത് പാർലമെന്റ് പാസ്സാക്കി, അതിനുശേഷം രാജ്യസഭ പാസ്സാക്കണം. ആ രാജ്യസഭയിലും പാസ്സാക്കി. ബില്ല് കൂടുമ്പോൾ ഒരു ദിവസം കൊണ്ട് പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കി, രണ്ടാം ദിവസം രാജ്യസഭയിലും പാസ്സാക്കി, മൂന്നാമത്തെ ദിവസം പിന്നീട് നടപടിക്രമം കൂടി അതിനകത്തുണ്ട്. ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി പാസ്സാക്കണം. അതുപോലെ വേറൊരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയിൽ പാസ്സാക്കണം. ആ പാസ്സാക്കിയതിനു ശേഷം മാത്രമേ ഇത് രാജ്യസഭയിൽ പോയി രാജ്യസഭ പാസ്സാക്കി പ്രസിഡന്റിനെ പാസ്സാക്കാനാക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ. ആ ബില്ല് പാസ്സാക്കി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഈ ബില്ലെന്നല്ല, എല്ലാ ബില്ലും അങ്ങനെ തന്നെ പാസ്സാക്കിയത്. കാശ്മീരിൽ 370 പാസ്സാക്കി. എന്താ കാശ്മീർ 370? അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേക ഒരു പദവിയും ആ സംസ്ഥാനത്ത് നടക്കാൻ മറ്റേ കൊടുത്തുകൊണ്ട് അവരെ കൂടി ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് 370 വകുപ്പ്. ആ വകുപ്പിനെ കളഞ്ഞു. ഇതുപോലെ ഈ സർക്കാർ ഇത്രയും നിയമങ്ങൾ പാസ്സാക്കി. ആരും ചോദിച്ചില്ല, ഇത് ആർക്കും ഒരു പരാതിയില്ല. ഈ രീതിക്ക് പോയാൽ മതിയോ? ഇതിനാണോ പാർലമെന്റ്? നമ്മളൊക്കെ വോട്ട് ചെയ്ത് അയച്ചിരിക്കുന്നത് ഈ പാർലമെന്റ് അംഗങ്ങളെ ഇത് പറയാൻ വേണ്ടി എവിടെ പോയി ഭയം കുളിച്ചിരുന്ന് ചായ കുടിച്ചിട്ട് തീയം വാങ്ങി പിരിച്ചു വരാനാണ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി പാലിക്കാതെ ഇഷ്ടംപോലെ നിയമം പാസാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഞാനത് ഓർമ്മപ്പെടുത്തിയത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വേണം. എന്തു തന്നെയായാലും ഇവിടെ പിന്നോക്ക ജാതിക്കാരും മതന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളും സ്ത്രീകളും ഒക്കെ മാന്യമായിട്ടൊന്നും ജീവിക്കുന്നത് ആ ഭരണഘടനയുടെ ബലത്തിലാണ്. ഇല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ്? പണ്ടത്തെ സ്ഥിതി തന്നെയല്ലേ? രാജാക്കന്മാർ പിടിച്ചിരുന്ന കാലത്തുള്ള സ്ഥിതി തന്നെയല്ലേ? നേരത്തെ പറഞ്ഞ പോലെ മാറി മറക്കാൻ അവകാശമില്ല, മുട്ടിന് വീതം കൊണ്ടുകൊടുക്കാൻ പാടില്ല, പേര് പിടിച്ചാലും പരാതിയില്ല, ആ രീതിക്ക് പോയില്ലേ? അപ്പോ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കേണ്ടിരുന്നു. നമ്മളൊക്കെ ജീവിക്കുന്നത് മനുഷ്യന്മാരെ പോലെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുന്നത് ഈ ഭരണഘടനകളോടാണ്. ഈ ഭരണഘടന കണ്ണിലെ വിഷമൊഴി പോലെ സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ പിന്നോക്ക ജാതിക്കാരുടെയും അതുപോലെ തന്നെ മറ്റേ മതന്യൂനപക്ഷങ്ങളുടെയും പട്ടികാതി പട്ടികക്കാരുടെയും ആദിവാസികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ആവശ്യമാണ്. ആ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെട്ടുകൊണ്ട് ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന മഹാനായ അംബേദ്കറെ ഇവിടുത്തെ പിന്നോക്ക ജാതിക്കാരനും മതന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും വേണ്ടി ഇവിടെ മാന്യമായിട്ട് ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി അധികം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനെ മറിച്ചുകൊണ്ട് ഇവിടെ ഒരു നടപടിയും വെക്കില്ല. അതുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ ഈ ഭരണഘടനയെ ഇവിടുത്തെ ഐക്യജാതിക്കാരും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജാതിക്കാരും സ്ത്രീകളും തയ്യാറാവണം എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ മഹാത്മാ അയ്യങ്കാളിയുടെ 83ാം ഓർമ്മ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, സമുദായ സംഘടനകളുടെ, സന്നദ്ധ പ്രവർത്തകരുടെ ഒക്കെ സംഘടനകളെ ഇവിടെ നേതാക്കന്മാരായി വന്നിരിക്കുന്ന ആളുകളുടെ ഉണ്ട്. അതില് ഈ യോഗം ഈ ഓർമ്മ ദിനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ വിളയോടി ശിവൻകുട്ടിയേട്ടനാണ്. അദ്ദേഹം പ്രമുഖ ഒരു പ്രധാനപ്പെട്ട മനുഷ്യാവശ്യ പ്രവർത്തനമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരും പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ ഓർമ്മ ദിനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് രാജൻ പുലിക്കോടാണ്. അദ്ദേഹം വിവിധ ദളിത് പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. കൊല്ലംകോടിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാനാവാത്ത ഒരു പൊതുപ്രവർത്തനാണ്. എല്ലാ രംഗങ്ങളും നിൽക്കുന്ന ആളാണ് അയാള്. അദ്ദേഹമാണ് അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത്. ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന രാജൻ പുലിക്കോടിന്
എന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരും പേരിൽ സ്വാഗതം പറയും. അതുപോലെ ഈ അനുസ്മരണ സമ്മേളനത്തില് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീ കെ മായാണ്ടി അവர்களാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. അദ്ദേഹം ദളിത് പ്രവർത്തകനാണ്. പട്ടികാതി പട്ടിക കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ സംഘടന പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതിന്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത ആളാണ്. മുതലമട പഞ്ചായത്ത് സെക്രട്ടറിയാണ് അദ്ദേഹം പെൻഷനായത്. അദ്ദേഹം എത്തിയിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും കൂടി ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ശ്രീ സക്കീർ ഹുസൈൻ അവர்களാണ്. അദ്ദേഹത്തിനെയും ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ VP നിജാമുദ്ദീൻ സാഹിബാണ്. അദ്ദേഹത്തിന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഒരു വിവരാവകാശ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിന് കൂടി ഈ വേദിയിൽ ഞാൻ സ്വാഗതം പറയുന്നു. സയ്യിദ് ഇബ്രാഹിം അദ്ദേഹത്തിനും ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ T പഴനിമല, അദ്ദേഹം KKMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഈ ദളിത് മേഖലയിൽ, അതുപോലെ തന്നെ ഈ അധസ്ഥിത വർഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിവരം പറയുക, ഞാനത് പറയാൻ തയ്യാറാണ്. അതുപോലെ ആർമുഖൻ പത്തിച്ചറ, അദ്ദേഹത്തിനും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇതുപോലെ ഒരു പൊതുപ്രവർത്തനാണ്, മനുഷ്യാവകാശ പ്രവർത്തനാണ്. എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേഹമാണ് അദ്ദേഹം. കൊല്ലം കൂട്ടുകാരെ സംബന്ധിച്ചോളം പറയാനില്ല. അദ്ദേഹത്തിനെ പരിചയപ്പെട്ട ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സുരേഷ്, അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എത്തിച്ചേർന്ന ഇനി പറയാൻ വിട്ടുപോയ ആളുകളും അതുപോലെ തന്നെ വന്ന എല്ലാ സഹോദരന്മാർക്കും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ സത്യവാമൻ ചേച്ചി, അയ്യോ ഞങ്ങള് ഒരുമിച്ച് ആൾക്കാര് ഏതായാലും ഇവിടുത്തെ കൊല്ലംകോട്ടിലെ ഒരാളാണല്ലോ. ഏതായാലും വളരെ സന്തോഷമായിട്ട് വന്നതിൽ അവർക്കും ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആയിക്കോട്ടെ. അധ്യക്ഷനായിട്ട് ശ്രീ രാജൻ പുലിക്കൂറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വേദിയിൽ നിന്നും വിമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഒരു ഐക്യനിര ഉയർന്നു വരേണ്ട കാലഘട്ടമാണ്. അങ്ങനെ പറയാനതിനെ കാരണം ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ രക്തബന്ധുക്കളാണ് ഈ പറയുന്ന ആളുകൾ മുഴുവൻ. അയ്യങ്കാളിയുടെ ചരിത്രം പറയുന്നത്, അയ്യങ്കാളിയെ ഒരു ലഹളക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലെ? അയ്യങ്കാളിയെ പഠിക്കുന്നവർക്ക് അറിയാം, അയ്യങ്കാളി ഒരു എവിടെ പോയാലും ലഹള നടത്തിയിട്ടാണ് അവകാശങ്ങൾ നേടിയത് എന്ന് ലഹള എന്നറിയാം, അല്ലെ? പുലയ ലഹള, പറയ ലഹള, പാണലഹള, അങ്ങനെ ലഹളകളുടെ ഒരു കാലഘട്ടമായിരുന്നു അയ്യങ്കാളിയുടെ ജീവചരിത്രം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഇത് കണ്ടപ്പോ ചിലപ്പോൾ അത് നോട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കണം. നമ്മൾക്ക് അയ്യങ്കാളി അങ്ങനെയല്ലേ നിർവഹിക്കാൻ കഴിയുകയും, അല്ലെ? അയ്യങ്കാളി ഊരിപ്പിടിച്ച വാളുമായിട്ടാണ്, തലയിലൊരു കെട്ടും അരക്കൈ ബനീനും ഊരിപ്പിടിച്ച വാളുമായി വഴിമാറടാ എന്ന് പറഞ്ഞ് അട്ടഹാസിച്ചുകൊണ്ടാണ്, അല്ലെ, വില്ലുവണ്ടി യാത്ര നടത്തി. നോക്ക്, ആ മണി, 2 മണി വണ്ടിയിൽ കെട്ടി, 2 മൂരിക്കും കെട്ടിക്കൊടുക്കും. അതെന്തിനറിയോ? ഞാൻ വരുന്നുണ്ട്, നീ വഴിമാറടാ എന്നാണ് അതിന്റെ സന്ദേശം. അതുകൊണ്ട് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു, അയ്യങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലും നമ്മുടെ ഇപ്പറയുന്ന ഹാളുകളിൽ നടത്തി പൂജാ വിഗ്രഹങ്ങളാക്കി മാറ്റേണ്ട ഒന്നല്ല അയ്യങ്കാളി. അനേക അയ്യങ്കാളികളായി മാറേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പൊ രാധസാർ അത് വ്യക്തമായി പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ അറബിക്കടലിൽ എടുത്തെറിയാൻ പോവുക, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകാൻ പോകും. നമുക്കറിയാലോ, സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതാകാൻ പോകുന്ന ഒരു കാലഘട്ടം. എല്ലാ അർത്ഥത്തിലും മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അയ്യങ്കാളിയെ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്? അയ്യങ്കാളിയെ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങളെ ഓർക്കുന്നത് നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു ആവേശകരമാണ്. ഞങ്ങൾ രാവിലെ തന്നെ നമ്മുടെ
സഹോദരങ്ങൾ ആശങ്കകൾ പറഞ്ഞു. ഈ കാലഘട്ടം കഴിഞ്ഞാൽ, ഈ തലമുറയുടെ കാലഘട്ടം കഴിഞ്ഞാൽ അയ്യങ്കാളിയെ തിരസ്കരിക്കുന്ന ഒരു സമൂഹമാണ് ഇനി വളർന്നു വരുന്നത്. അയ്യങ്കാളിയെ ഇല്ലാതാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇന്നലത്തെ പത്രത്തില് ബാബർ മസ്ജിദിന്റെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു, അല്ലേ? പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റി അയ്യങ്കാളിയുടെ ചരിത്രം മാറ്റാൻ പോവുകയാണ്. അംബേദ്കറുടെ ഭരണഘടന മാറ്റിക്കഴിഞ്ഞാൽ അംബേദ്കറെ കുറിച്ച് പിന്നെന്തില്ല, വർത്തമാനങ്ങളില്ല. രാവിലെയും നമ്മൾ പറഞ്ഞു 375 പേജ് വരുന്ന ഒരു ഭരണഘടന തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലെ മുൻ ഭരണാധികാരികൾ ഈ ഇലക്ഷനെ നേരിട്ടത്. അവർ ത്രിവർണ പതാകകളെ മാറ്റിക്കൊണ്ടാണ് അവരുടെ കാവിക്കൊടി നാട്ടുവാനുള്ള, അവരുടെ കാവിക്കൊടികൾ പുതിയ മന്ദിരത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അവർ ഈ ഇലക്ഷൻ നേരിട്ടത്. എന്ന് വെച്ചാൽ ഇനി ഒന്നുമില്ല, ഇനി ഇന്ത്യ രാജ്യത്ത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. 12 വർഷം മുമ്പ് ഒരു പ്രസംഗത്തിന്റെ പേരിൽ നമ്മുടെ എഴുത്തുകാരിയായ അരിന്തതരെ അറസ്റ്റ്, അല്ലെ? UAPA പോലുള്ള നിയമങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ആർക്ക് എതിരെ എന്ത് പറഞ്ഞു? പണ്ടാണെങ്കിൽ ഈ വേദം കേൾക്കുന്നവനെയല്ല, ഇപ്പൊ ന്യായം പറയുന്നവന്റെ നാക്കരിയുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? തുറന്ന് സത്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ നാവരിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മാറുന്നത്. ഇവിടെ എന്ത് ജനാധിപത്യമാണുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ജനാധിപത്യമില്ല. സത്യത്തിൽ ഒരു മനുഷ്യാവകാശങ്ങളും ഇല്ല. നമുക്ക് മനുഷ്യാവകാശങ്ങൾ ഉണ്ടെങ്കിൽ 2 മനുഷ്യർ കാണാണ്ടായി നമ്മുടെ നാട്ടിൽ തന്നെ. പ്രിയപ്പെട്ട പോലീസുകാരനത് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കഴിഞ്ഞ 3 വർഷമായി അതിന്റെ പുറകിലാണ്. ആദിവാസിക്കും ദളിതനും പിന്നോക്കക്കാരനും മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആദിവാസിക്കും പിന്നോക്കക്കാരനും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കണ്ടാൽ തന്നെ തല്ലി ഓട്ടിക്കുന്ന ഒരു കാലഘട്ടത്താണ്. അത് ഇവരില്ലെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരില്ലാത്ത കാലഘട്ടത്തും ഇവരുടെ സഹായമില്ലാത്ത കാലഘട്ടത്തും നമ്മൾ തെരുവോരങ്ങളിൽ സംസാരിച്ചതാണ്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തെരുവോരങ്ങളിൽ സംസാരിക്കപ്പെട്ടതാണ് ബാബർ മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ കൂടെയുള്ളവരൊക്കെ കളിയാക്കുകയൊക്കെ പറഞ്ഞു, അതൊക്കെ മാറ്റാൻ പോവുകയും അല്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ എല്ലാം തന്നെ ഇന്ത്യയുടെ പൈതൃകമായി സൂക്ഷിച്ചിരുന്ന, പിന്നെ നമ്മുടെ എന്താണ് പറയാ, ഷാജഹാൻ നിർമ്മിച്ച, എന്താണ് അതിന്റെ പേര്, താജ്മഹലിനെ തേജോ മഹാലിനാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം, അല്ലേ? അംബേദ്കറെ ഇപ്പൊ രഹസ്യമായി പലരും പൂജിക്കാൻ തുടങ്ങി. ഗാന്ധിജിയെ വെടിവെച്ചു വന്നവനാണ് ഗാന്ധിജിയെ എടുത്തു വെക്കുന്നത്. ഒരേ പാർലമെന്റ് മന്ദിരത്തിൽ ഒരിടത്ത് വെടിവെച്ചു വന്നവനും ഒരിടത്ത് മരിക്കപ്പെട്ടവൻ. ഒരു പാർലമെന്റിൽ, നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിനകത്തായി പറയുന്നത്, വെടിവെച്ചു വന്നവനും ഒരു ഹാളിൽ, മരിച്ചാളും ഒരു ഹാളിൽ. എങ്ങനെയുണ്ട് അല്ലേ? എവിടെ എത്തി നമ്മുടെ നാട്? അതുകൊണ്ട് നമ്മുടെ പോരാട്ടങ്ങൾ തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പോരാട്ടങ്ങൾ തുടങ്ങേണ്ടത്. നമ്മുടെ അയ്യങ്കാളിയെ സ്മരിക്കുന്നത്, നിങ്ങൾക്ക് ചരിത്രം വായിച്ചാൽ, നിങ്ങൾക്ക് പുസ്തകങ്ങളില്ലെങ്കിലും ഗൂഗിളിലൂടെയൊക്കെ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, ഉപ്പ് വാങ്ങിക്കാൻ പോയവിടത്തും അയ്യങ്കാളി ലഹളയിൽ അടിച്ചിട്ടാണ് ഇത് മേടിച്ചത്, അല്ലേ? അടി കൊണ്ടിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. ഇവിടെ തെരുവോരങ്ങളിൽ ഇറങ്ങാൻ പറ്റില്ല, പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. പകൽ സമയത്ത് പുറത്തിറങ്ങിയ ഈ അയിത്തജാതിക്കാരെ തല്ലിക്കൊല്ലുകയാണ്. അങ്ങനെ ഒരുപാട് പേടിയുടെ ഒരു കാലഘട്ടമാണ്. പുലയപ്പേടി, പറയപ്പേടി, പാണപ്പേടി, ചർമ്മപ്പേടി, അങ്ങനെ ഒരു പേടിയുടെ ഒരു കാലഘട്ടം ഉണ്ടായി. അതിനെല്ലാം തന്നെ എതിർത്തും തോൽപ്പിച്ചും അടിച്ചും ഇടിച്ചും രാജാവിന്റെ രാജവീതികളെ തന്നെ, ആ രാജാവിന്റെ അധികാരങ്ങളെ തന്നെ നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ധീരനായ ഒരു നിഷേധിയാണ് മഹാത്മാ അയ്യങ്കാളി. ആ അയ്യങ്കാളിയെ നമ്മൾ സ്മരിക്കുന്നത് ഞങ്ങൾ രാവിലെ തമാശനാണെങ്കിൽ പോലും ആരുടെയും വിഷമിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ആ കുറിയിട്ട അയ്യങ്കാളിയാണ് ഇഷ്ടം. ആരായി കുറിയിട്ടത്? അയ്യങ്കാളി പറഞ്ഞ് കുറിയൊന്നും ഇട്ടിട്ടില്ല. അയ്യങ്കാളി പറഞ്ഞതാണ്, കല്ലായ ദൈവത്തിനെ കാണിക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ആ പൈസ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം വാങ്ങി കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 1.5 വർഷക്കാലം നീണ്ടുനിന്ന സമരത്തിനെ സഹായിച്ചത് അന്ന് ഈ പറയുന്ന മുസ്ലിം സഹോദരങ്ങളായി. അന്ന് മുസ്ലിങ്ങളും അയ്യങ്കാളിയും ദളിതരും
പിന്നോക്കക്കാരും തമ്മിൽ വലിയൊരു 1.5 വർഷക്കാലം നീണ്ടു നിൽക്കണ്ടേ? മീൻ പിടിക്കാൻ വേണ്ടി സഹായിച്ചത് ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ എന്താ തുറമുഖത്തിന്റെ പേര്? വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് മീൻ പിടിക്കാൻ സഹായിച്ചത് മുസ്ലിങ്ങളായിട്ടുള്ള ആള്. നിങ്ങളും ഞങ്ങളുടെ രക്തബന്ധങ്ങളാണെന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിച്ചു. എന്ന് വെച്ചാൽ അത് ചരിത്രങ്ങളിലെ താളുകൾ പരിശോധിക്കാത്തത് കൊണ്ടാണ് ആരൊക്കെയോ പറയുന്ന, ആരൊക്കെയോ നിർമ്മിക്കുന്ന നുണകളിൽ പെട്ടുകൊണ്ട് നമ്മുടെ ഈ സാഹോദര്യത്തെ തകർക്കുന്ന, സമത്വത്തെ തകർക്കുന്ന, സമത്വവും സാഹോദര്യവും ഇല്ലാത്ത ഒരു ജനാധിപത്യത്തിലാണ് നമ്മളൊക്കെ കാലൂന്നി നിൽക്കുന്നത്. അതുകൊണ്ട് വരും നാളുകളിൽ നടക്കുന്ന വലിയ പോരാട്ടങ്ങൾ, നമുക്ക് പോരാട്ടം നമ്മളൊക്കെ പോരാടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചതായിരുന്നു അല്ലെ? ഒരു അരസമാധാനം അല്ലെ? അല്ലെ നിജാമണ്ണ? ഒരു അരസമാധാനത്തിൽ നിൽക്കുന്നത് എന്ത് സംഭവിക്കുന്നു അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മളെല്ലാവരും തന്നെ ഓരോ അയ്യങ്കാളികളായി മാറണമെന്നും നമുക്കറിയാം. നമ്മുടെ പരിപാടികൾ ഇപ്പൊ ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളൊക്കെ സംഘടിക്കുന്നിടത്ത് അവിടെ എന്തോ വലിയ തീവ്രവാദം നടത്താൻ, ഗൂഢാലോചന നടത്താൻ പോവുകയാണെന്നാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ വെപ്പ് അല്ലെ? നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? 75 വർഷക്കാലം ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഒരു കക്കൂസ് പോലും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. ഇന്നും ഈ ചമ്മണാമ്പതിയുടെ പ്രദേശങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുപോയാൽ എനിക്ക് നമ്മൾ പറയുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ചമ്മണാമ്പതിയും ചപ്പക്കാടും ഈ മുതലമട പഞ്ചായത്ത് മുഴുവനും ഒന്ന് നടന്നു നോക്കിയാൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു വലിയ ജനകൂട്ടം കാണും. നമുക്കറിയാം, ഈ 2021 ശിവരാജൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് ആ ചെറുപ്പക്കാരന്റെ മുഖത്തുള്ള മുറിവുകളും ചതവുകളും ഈ കൊല്ലംകോട്ടിലെ പോലീസുകാർ പറഞ്ഞതാ. അത് മീൻ കടിച്ചിട്ടാണ്, ആമ കടിച്ചിട്ടാണ് പറഞ്ഞാൽ അത് കേൾക്കുന്ന നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല അല്ലേ? മൂക്കിനകത്തും ചെവിക്കകത്തും കണ്ണിൽ കൂടിയും ബ്ലഡ്, ആന്തരിക അവയവങ്ങൾ തകർന്ന് തരിപ്പണമാക്കി അവന്റെ വായിക്കൂടിയും മൂക്കിൽ കൂടിയും ബ്ലഡ് വരുന്നത് മീൻ കടിച്ചിട്ടാണോ? ആ ഡാമിന്റെ അക്കരെ ഇക്കരെയും നീന്താൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനവൻ, അവൻ എങ്ങനെയാണ് മുങ്ങി മരിക്കുക? ഒരിക്കലും മുങ്ങി മരിക്കാൻ സാധ്യമല്ല. ഇത് പറഞ്ഞാൽ നമ്മളാണ് തീവ്രവാദികൾ. ഇത് പറയാൻ പാടില്ല. നിങ്ങൾ പറയണതാണ് ശരി. നമ്മൾ ആ ബോഡി കണ്ടതല്ലേ? നമ്മള് അവന്റെ മുഖം കണ്ടതല്ലേ? അടിച്ച് മുഖത്തിന്റെ എല്ലാ മേഖലയും മാറി നല്ല വീർക്കും, ശരീരം മുഴുവൻ നീർക്കെട്ടിയിരിക്കുക. ഇവിടുത്തെ പോലീസിന് അനക്കമില്ല. ഇവിടെ ഒരു നായ്ക്കുട്ടി കാണാണ്ടായാൽ ഹേബിയസ് കൊടുത്താൽ അതിന് 24 മണിക്കൂർ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേരളത്തില് അല്ലേ? 1.5 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹേബിയസ് കൊടുത്തിരിക്കുന്നു നായ്ക്കുട്ടി കാണാത്തതിന്റെ പേരിൽ. കണ്ടെത്തിയ ഒരു കേരളത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. 2 ചെറുപ്പക്കാർ കാണാണ്ടായിട്ട് 3 വർഷമായി. പോലീസിന് ഒരു കുലക്കവുമില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ കുടുംബത്തിലെല്ലാവരും ചത്ത് തൊലഞ്ഞുപോയി. ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചുപോയി. ഇവിടുത്തെ ഭരണകൂടത്തിനൊന്നും ഒരു പ്രയാസവുമില്ല. എന്നാൽ ഇവിടെ ഒരു സവർണൻ ആയിക്കോട്ടെ, ഇവിടുത്തെ ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ ആയിക്കോട്ടെ, എന്തായിരിക്കും ഇവിടുത്തെ കാര്യം അല്ലേ? ഈ കൊല്ലംകോട്ടിലെ തെരുവുകളിൽ സമരം നടത്തില്ലെങ്കിലും അവരൊരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ ഈ പോലീസ് ഉറങ്ങില്ല. പോലീസിനെ കുറിച്ച് കുറ്റം പറയുന്നു വിചാരിക്കരുത്. നമ്മുടെ പോലീസ് 2 ചെറുപ്പക്കാരി കുട്ടികൾ അട്ടപ്പള്ളത്ത് ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ ഇന്നും ആ കേസ് ഇരുട്ടിത്തപ്പുക. ആ അമ്മയ്ക്ക് നീതി കിട്ടിയോ? കിട്ടിയില്ല. എത്ര കാര്യങ്ങൾ, എത്ര സംഭവങ്ങൾ. അരികട്ടു എന്നതിന്റെ പേരിൽ മധുവിനെ തല്ലിക്കൊന്ന കേരളം. ഇന്ത്യൻ ജനാധിപത്യം ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു ചോദിച്ചാൽ ഇനി നമുക്ക് പറയാനുള്ളത് അയ്യങ്കാളി, അംബേദ്കറൊക്കെ പോലെ നമ്മളുമൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ, ഈ നീതി നിഷേധിക്കപ്പെട്ട വഴിയിലൂടെ നിഷേധിയുടെ രൂപത്തിൽ നമ്മൾ മാറിയില്ലെങ്കിൽ വരും തലമുറകൾ എന്ത് ചെയ്യും? വരും തലമുറകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അയ്യങ്കാളിയെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഈ നോട്ടീസ് ഇറക്കിയപ്പോ തന്നെ പലർക്കും പല വേവലാതികളും. എന്താ ഈ നോട്ടീസ് വായിക്കാൻ? എന്താ ഈ നോട്ടീസിൽ എന്താ എഴുതിയിരിക്കുന്നത്? സത്യസന്ധമല്ല എഴുതിയിരിക്കുന്നത് അല്ലേ? ഇസ്രയേലിൽ മുസ്ലിം അവിടെ ഗാസയിൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് അല്ലേ? ആധിപത്യമുള്ളവൻ ആധിപത്യമില്ലാത്തവന് മേലുള്ള അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതല്ലേ നടക്കുന്നത്? ആരെങ്കിലും മിണ്ടിയ? ഒരു വർഷമാകാറായില്ലേ സമരം നടക്കുന്നു. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് ചത്തു വീണുകൊണ്ടിരിക്കുന്നത് അല്ലേ? എത്ര കെട്ടിടങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ അടിച്ച് തള്ളുകയാണ്, മുസ്ലിം വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോട്ടീസിൽ എഴുതിയിരിക്കുന്നു. ആണോ അല്ലയോ? ദളിതുകളെ തല്ലിക്കൊല്ലുന്നുകൊണ്ടിരിക്കുന്നതല്ലേ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. എന്തിനു നമ്മൾ ഭയപ്പെടണം? അപ്പോ ഈ ലോകത്തിൽ എന്താ വെച്ചാൽ ഭയക്കുന്നവരെ എല്ലാവരും കീഴ്പ്പെടുത്തിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നിരപരാധികളെ തല്ലിക്കൊല്ലുമ്പോൾ
മനുഷ്യാവകാശത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ആളുകൾ, ദളിത് പക്ഷത്തിന്റെ പേരിൽ നിൽക്കുന്ന, ജനാധിപത്യത്തിന്റെ പക്ഷത്തിന്റെ പേരിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അയ്യങ്കാളിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 2 ദിവസത്തെ സെമിനാറെങ്കിലും ആവശ്യമാണ്. അതുകൊണ്ട് വന്ന ആളുകളെ മുഷിപ്പിക്കുന്നില്ല. ഈ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ അനുസ്മരണ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേണ്ടി പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ വെളിയോടി ശിവൻകുട്ടിയേട്ടനെ ക്ഷണിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് അയ്യങ്കാളിയുടെ 83ാം ഓർമ്മദിനം ആചരിക്കാൻ കാണിച്ച അതിൻ്റെ സംഘാടകർക്ക് ആദ്യമായിട്ട് നന്ദി പറയുക. ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയ വളരെ കുറച്ച് ആളുകളാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒത്തുകൂടാനുള്ള അവകാശ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മനുഷ്യരുടെ രൂപത്തിൽ വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് ഷേവ് ചെയ്തും മീശ വെച്ചും സാരി ഉടുത്തും ഒക്കെ നമ്മൾ ഇങ്ങനെ എത്തിപ്പെടുന്നുണ്ട്, ചെരുപ്പ് ധരിച്ചും ഒക്കെ. ഇതിന് മുൻപ് ഇരുണ്ട കാലഘട്ടം. ആ ഇരുണ്ട കാലഘട്ടത്തിലാണ് നമ്മളുടെ അയ്യങ്കാളിയുടെ ജനനം. നമുക്കറിയാം, അമ്മ മാല അല്ലേ, മാലയും അച്ഛൻ അയ്യനും, അവർക്ക് ജനിച്ച മൂത്ത മകനാണ് ഈ കാളി. അങ്ങനെയാണ് അയ്യങ്കാളി എന്ന പേരിൽ വരുന്നത്. ഇന്ന് നമുക്ക് അയ്യങ്കാളി എന്ന് കേൾക്കുമ്പോൾ ഒരു എന്താ തോന്നുന്നത്? നമുക്കൊരു ആവേശമാണ് അയ്യങ്കാളി എന്ന് പറയുമ്പോൾ തോന്നുന്നത്. അതിന്റെ കാരണം, അയ്യങ്കാളിയെ മരിച്ചിട്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ആവേശഭരിതരാവുന്നത് അയ്യങ്കാളി ചൂഷകർക്കും മർദ്ദകർക്കും വേണ്ടിയിട്ട് നിലകൊണ്ട ആളല്ല. ജന്മി നാടുവാഴിത്തത്തിനെതിരായിട്ട്, അന്ന് നിലനിന്നിരുന്ന അനീതിക്കെതിരായിട്ട് അതിശക്തമായിട്ട് മരണം വരെ പോരാടിയ ഒരു പോരാളിയാണ്. അധികം പോരാളിയാണ്, മനുഷ്യാവകാശ പോരാളിയാണ്. ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഒരു സവർണ, ഈ കൊലങ്കൂടുക എന്ന് പറയും, ഒരു കൊലങ്കൂടി സംസ്കാരമാണ്. നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം വേണ്ട. അയ്യങ്കാളി എന്ന് പറഞ്ഞ പ്യുവറാണ്, പോരാളിയാണ്. ആർക്കെതിരായിട്ടാണ് അയ്യങ്കാളി പോരാടിയത്? അന്ന് നിലനിന്നിരുന്ന സവർണ ജന്മിത്വത്തിനെതിരായിട്ട്. മനുഷ്യൻ എന്ന് പോലും സങ്കല്പിക്കാനോ പറയാനോ ചിന്തിക്കാനോ കഴിയാത്തൊരു കാലഘട്ടം. എത്ര ഭീതിതവും ഭയാനകവുമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെ രാജനൊക്കെ സൂചിപ്പിച്ചതുപോലെ, രാജനൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് വസ്ത്രം ഉടുക്കാൻ ഇല്ലേ, ഒരു ഒറ്റമുണ്ട് ഉടുത്താണ് അവര് മാറുമറയ്ക്കാത്ത സ്ത്രീകള്. ഒരു തോർത്തുമുണ്ടും പാളത്തൊപ്പിയും വെച്ച് മനുഷ്യരേ അല്ല അവര് പൊതുവഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള അവകാശ സ്വാതന്ത്ര്യം തന്നെ ഇല്ല. ഈ അധസ്ഥിതര് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചിട്ടാണ് അവര് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് ഇഞ്ചോബ എന്ന് പറഞ്ഞിട്ട് വേണം ദളിതർക്ക് സഞ്ചരിക്കാൻ. സവർണര് പല്ലക്കിൽ സഞ്ചരിക്കുമ്പോ എന്താ പറയാ, കോഹൈ അല്ലേ, അവർ അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. നമ്പൂതിരി സഞ്ചരിക്കുമ്പോൾ നായർ അതിന്റെ മുൻപിൽ ഈ ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് പോകും. അതുകഴിഞ്ഞ് നായർ സഞ്ചരിക്കുമ്പോൾ നായർ സ്വയം ഈ ശബ്ദം പുറപ്പെടുവിക്കും. അങ്ങനെ മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യൻ എന്ന് പോലും പരിഗണിക്കപ്പെടാത്ത ഇഴജന്തുക്കളെ പോലെ ഊട്ടി ഒളിക്കുന്ന പാമ്പിന്റെ പുറ്റിലും കുറ്റിക്കാടുകളിലും തോടുകളിലും പാതവക്കികളിലും കലിങ്കുകളിലും പോയി ഒളിച്ചു ജീവിച്ച് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇരുണ്ട കാലഘട്ടം എന്നല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അധികം 1863 ആഗസ്റ്റ് 28-ാം തീയതിയാണ് അയ്യങ്കാളി ജനിക്കുന്നത്. 1941 ജൂൺ 18-നാണ് അദ്ദേഹം മരിക്കുന്നത്. 78 കൊല്ലമാണ് അയ്യങ്കാളി വിശ്രമമില്ലാതെ പോരാടിയത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനോ, ഒരു MLA ആവാനോ, ഒരു MP ആവാനോ, ബോർഡ് മെമ്പർ ആവാനോ, പെൻഷൻ വാങ്ങാനോ, സ്വാതന്ത്ര്യ സമര പോരാളി ആവാനോ ഒന്നുമായിരുന്നില്ല. അധസ്ഥിതരായ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമല്ലാത്ത പഞ്ചമ വിഭാഗങ്ങൾ, ഇവർ ഒരു വർഗത്തിലും പെടാത്ത മനുഷ്യനെ ആയിട്ടേ അല്ല ഇവരെ പരിഗണിച്ചത്. അവനെ ദളിതനെ തല്ലാം, ദളിതനെ കൊല്ലാം, ദളിതനെ റേപ്പ് ചെയ്യാം, ദളിതനെ
ഈ നമ്മുടെ എന്താ പറയുക വെള്ളം കെട്ടുകൾ ഉണ്ടാകുന്ന തുലാവർഷ കാലഘട്ടങ്ങളിൽ വെള്ളമൊഴുകി മടകൾ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മടകൾ രൂപപ്പെടുന്ന സമയത്ത് കരുത്തനായ അധസ്ഥിതനെ പിടിച്ചുകൊണ്ടുവന്ന് മദ്യം കുടിപ്പിച്ച് അവരുടെ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് ഈ ഒരിക്കലും ഒന്ന് അനങ്ങാൻ ഒന്ന് പതറാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ അധസ്ഥിതനെ ആ മടയിലിട്ട് ചളി പൊതിയുന്ന സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പൊതിഞ്ഞ് കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ആരും ചോദിക്കാനില്ല, ആരും കാണാനുണ്ടായിരുന്നില്ല. എല്ലാ നിറകേടുകളും ഇവിടുത്തെ സവർണ ജന്മികൾ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നായരും ഇവിടുത്തെ നമ്പൂതിരിയും ഇവിടുത്തെ ബ്രാഹ്മണനും അടക്കമുള്ളവർ. ഇവിടെ പറഞ്ഞല്ലോ ഉപ്പെന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല. 1924 ശിവരാമൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒറ്റപ്പാലത്ത് അങ്ങാടിയിൽ പോയിട്ട് അവനൊരു കർഷകന്റെ വീട്ടിൽ പൂർത്തിക്കാരനായിട്ട് നിൽക്കുന്ന ആള് അങ്ങാടി കടയിൽ പോയിട്ട് ഉപ്പ് കാലണിക്ക് ഉപ്പ് എന്ന് പറഞ്ഞപ്പോ അവനെ തല്ലിക്കൊല്ലുന്ന ഒരു ചരിത്രം നമ്മുടെ ഒറ്റപ്പാലത്തിനുണ്ട്, ഇല്ലേ? കേട്ടിട്ടുണ്ടാവുമല്ലോ. ചേലക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ തെന്നി മാറുകയല്ല, പറയാം. ചേലക്കര, അവിടെ നമ്മളുടെ പടയോട്ട കാലഘട്ടത്തില് നമ്മളുടെ ടിപ്പു സുൽത്താൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴാണ് അർദ്ധനഗരരായിട്ടുള്ള സ്ത്രീകൾ പാടത്ത് പണിയെടുക്കുന്നത്, ഇല്ലേ? പാടത്ത് പണിയെടുക്കുകയാണ്. അദ്ദേഹം നോക്കിയപ്പോ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ വ്യവസ്ഥ നിലനിൽക്കുക. അദ്ദേഹം മൈസൂരിൽ നിന്ന് ഇവർക്ക് വസ്ത്രം ധരിച്ചിട്ട് അദ്ദേഹം ഇവരോട് മാന്യമായി വസ്ത്രം ധരിക്കാനായിട്ട് ചേലയിറക്കിയ സ്ഥലമാണ് ചേലക്കര. ഏതെങ്കിലും ഏരണം കെട്ട ചരിത്രകാരന്മാർ ഇത് പറയുന്നുണ്ടോ? ഇന്ന് നമ്മളുടെ ടിപ്പു സുൽത്താൻ ഏറ്റവും വലിയ സാമൂഹ്യ വിരോധിയാണ്. എന്താ കാരണം? നമുക്കറിയാം, പോർട്ടുഗീസുകാർക്കെതിരായിട്ട് പടപൊരുതിയ നമ്മുടെ എന്താ അദ്ദേഹത്തിന്റെ പേര്, കുഞ്ഞാലി മരിക്കാർ. പോർച്ചുഗീസുകാർക്കെതിരായിട്ട് പൊരുതി മരിച്ച ആളാണ് ഈ കുഞ്ഞാലി മരിക്കാർ. ഇവിടെ മുസ്ലിം പരാമർശങ്ങൾ വന്നതുകൊണ്ട് ഞാൻ പറയാണ്, ചരിത്രത്തിൽ നിന്ന് അതൊന്നും ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. ഇന്ന് നമ്മൾ മീശ വെച്ചും ഷെയ്വ് ചെയ്തും സോപ്പ് ഉപയോഗിച്ചും പൗഡർ ഉപയോഗിച്ചും സെന്റ് ഉപയോഗിച്ചൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അയ്യങ്കാളിയെയും അംബേദ്കറെയും അതുപോലെ നമ്മളുടെ ടിപ്പു സുൽത്താനെയും ഒക്കെയാണ് ഓർക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ന് നഗ്നരായിട്ട് നടക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയെല്ലാം എടുത്ത നേട്ടങ്ങൾ ഒന്നൊന്നായി ഇന്ന് കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദളിതരെ തന്നെ പകുത്ത്, ദളിതർ എന്നുള്ളത് പുതിയ വാക്കാണ്, അന്ന് അധസ്ഥിതൻ എന്നാണ്, അല്ലെങ്കിൽ പുലയൻ എന്നാണ്, ഇല്ലേ? പുലയന്റെയും പുലയപ്പേടി അല്ലെങ്കിൽ വണ്ണാപ്പേടി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ദളിതന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം. അന്ന് സവർണ സ്ത്രീകൾ അടക്കമുള്ളവർ ഇവരുടെ കണ്ണിൽപ്പെടാൻ പാടില്ല. അത് കൃത്യമായിട്ട് പറയുന്നത് ഇവര് 4ആയിട്ടാണ് തലപ്പുലയർ എന്നാണ് പറയാ. തലപ്പുലയര് കേട്ടിട്ടുണ്ടാവുമല്ലോ, തലപ്പുലയര്. അതുപോലെ തുലാപുലയര്, പിന്നെയോ അലസപ്പുലയര്. അങ്ങനെ അപകടകാരികളായ ആത്മബോധമാർജിച്ച പുലയരെ പുലപ്പേടിയിലുള്ള വിചിത്ര ആചാരങ്ങളിൽ തളച്ചിട്ടു. മറ്റവരെ അലസപ്പുലയരെ പരമാവധി ഇവർ ഉപയോഗപ്പെടുത്തും. തലപ്പുലയരെയോ ഈ കൃഷി ചെയ്യാനായിട്ട്, ജന്മിയുടെ കൃഷി ഇറക്കണമല്ലോ, കൃഷി ചെയ്യാനുള്ള ഇവന്റെ തലച്ചോറാണ് അവർ ഉപയോഗിക്കുക, ബുദ്ധിയെയാണ് ഇവർ ഉപയോഗിക്കുക. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരെ ചണ്ടിയാക്കി വലിച്ചെറിയും. ഏതുവരെ? ജന്മി അവന്റെ നിലങ്ങൾ ഉഴുതുമറിച്ച് അതിൽ വിത്തിട്ട് വീറപ്പൊഴുക്കി അധ്വാനിച്ച് വിളയിച്ചു കഴിഞ്ഞാൽ ദളിതൻ തീണ്ടാപ്പാടകലയായി ജന്മി കൊയ്തെടുത്തു പോകുന്ന ഒരവസ്ഥ. വാസ്തവത്തിൽ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയാൻ തന്നെ അറപ്പാണ് എനിക്കൊക്കെ തോന്നുന്നത്. എത്ര ആളുകൾക്ക് ഈ ആത്മാഭിമാന ബോധമുണ്ട്? അയ്യങ്കാളിയെ അനുസ്മരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ മരിച്ചു പോകുന്നവന്റെ, സാധാരണക്കാരായ ആളുകൾ മരിച്ചു പോകുന്നവന്റെ അടിയന്തരവും ആണ്ടുമിടലും നടത്തുന്നത് പോലെയല്ല അയ്യങ്കാളി. അയ്യങ്കാളിയെ മൂർച്ച വരുത്തിക്കൊണ്ട്, പൂർത്ത കുന്തമനാക്കിക്കൊണ്ട്, തീപ്പന്തങ്ങളാക്കിക്കൊണ്ട്, ഡൈനമിറ്റുകളാക്കിക്കൊണ്ട്, ബുള്ളറ്റുകളാക്കിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ സവർണ ഫാസിസത്തിനെതിരായിട്ട്, ഇന്ത്യയിലെ ബ്രാഹ്മണ അധികാര വ്യവസ്ഥയ്ക്കെതിരായിട്ട് തുടിക്കണം നമ്മൾ. അത് തെറ്റല്ല, അത് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അതിന് രാജ്യത്തിലെ പ്രധാനമന്ത്രി പറഞ്ഞു, സുരേഷ് ഗോപി പറഞ്ഞു, അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ഭയക്കപ്പെടേണ്ടവരല്ല. നിർഭയത്വമാണ് അയ്യങ്കാളി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്.
അതാണ് വാര്യംകുന്നത്ത് ആലി മുസലിയാരും അതുപോലെ തന്നെ നമ്മളുടെ എന്താ സഖാവെ അദ്ദേഹത്തിന്റെ ഒക്കെ പേരുണ്ടല്ലോ, അത്തരം ആളുകളൊക്കെ ഭീരുവായിരുന്നു. നിർഭയത്വത്തോടെ കൂടി പോയി കണ്ട അനീതിക്കെതിരെയാണ് പോരാട്ടം, അനീതിക്കെതിരെയാണ് കലാപം. നമ്മളോ സ്വന്തം പ്രശ്നിക്കുന്ന ഒരു നികൃഷ്ടരായിട്ട് സ്വാർത്ഥരായിട്ട് പരനാറികളായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അയ്യങ്കാളി അങ്ങനെയാണോ ജീവിച്ചത്? അയ്യങ്കാളിക്ക് എങ്ങനെയാണ് കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ റോൾസിലോ കാറിന്റെ ഒക്കെ പേരുണ്ടല്ലോ, ആ കാറ് വാങ്ങുന്ന പ്രൗഢിയായിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളിക്ക് സുഖിച്ച് യാത്ര ചെയ്യാൻ ഓട്ടിക്കൊണ്ടുപോയത് എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, പുലിയര് ഈ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ഓടുന്ന സമയത്ത് സവർണർ മറ്റേ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഈ രണ്ട് രണം കെട്ടവരെയും പാഠം പഠിപ്പിക്കാനാണ് അരയിൽ കത്തിയുമായിട്ട് ചുരുകിയുമായി ഇറങ്ങിയിട്ട് അയോധനകൾ പിടിച്ച അയ്യങ്കാളി കാളവണ്ടിയിലൂടെ, നേരത്തെ രാജൻ സൂചിപ്പിച്ചു, ഈ കാളയുടെ കീരിമണി കിട്ടുന്ന എന്തിനാ? ശബ്ദം ഉണ്ടാക്കാം. പൈലറ്റ് വരുന്നത് ആരുടെ ഇവിടെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്, ആരുടെ തടുക്കാനുണ്ടെങ്കിൽ തടുക്കട എന്ന് പറയുന്നോ? ഇന്ന് കോളനികളിലും ചേരികളിലും ലക്ഷം വീടുകളിലും പുറമ്പോക്കുകളിലും നരകിക്കുന്ന ദളിതരെയും അധസ്ഥിതരെയും ചൂഷണം ചെയ്യുന്ന കക്ഷി രാഷ്ട്രീയ കൊള്ളക്കൂട്ടങ്ങൾ ഈ രാജ്യത്തെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ നിലനിൽക്കുന്നത്? ഇവിടുത്തെ സവർണ അധികാര വ്യവസ്ഥയ്ക്ക് വേണ്ടി, ബ്രാഹ്മണന് വേണ്ടി, സവർണന് വേണ്ടി കൂട്ടിക്കൊടുക്കുന്നവരാണ് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ വ്യവസ്ഥാപിത പ്രസ്ഥാനങ്ങൾ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ദളിതരെ എന്തിനാ ഉപയോഗിക്കുന്നത്? വോട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, ജാതിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, അത് കഴിഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വെറും നികൃഷ്ട ജീവികളായിട്ട് കാണുന്ന ഒരു അവസ്ഥ കാലഘട്ടമല്ല ഇന്ന്. നമ്മൾ എന്താണ് അയ്യങ്കാളി പോരാടിയ കാലഘട്ടത്തിൽ നിന്ന് ഈ അവസ്ഥ? നമുക്ക് ജനാധിപത്യം പുലർന്നു. എന്ത് ജനാധിപത്യമാണ് ഇവിടെ പുലർന്നെന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് മറുപടി പറയാനുള്ളത്? ഭരണഘടന തന്നെ അട്ടത്ത് വെച്ചിരിക്കുന്നു, അംബേദ്കറിനെ തമസ്കരിച്ചിരിക്കുന്നു. നമുക്ക് കാണാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ ഖാർ എന്ന് പറഞ്ഞിട്ട് ഛത്തീസ്ഗഡിലും ബസ്തറിലും നൂറുകണക്കിന് ആദിവാസികൾ തുരുതുര വെടിവെച്ചു കൊല്ലുകയാണ്. എന്താ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട്? കാശ്മീർ ഇവിടെ പറഞ്ഞു രാജേട്ടൻ, കാശ്മീർ ഈ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസംഗിച്ച അരുന്ധതി റോയിയെ UAPA ചുമത്തി കേസെടുക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ആരും മിണ്ടര് നാവടക്കു പണിയെടുക്കൂ എന്നാണ് എന്റെ അർത്ഥം. അപ്രാഖ്യ വിരുദ്ധമായ അടിയന്തരാവസ്ഥയുടെ ജ്വരങ്ങളാണ് ഇന്ത്യയിലെമ്പാടും ബാധിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് പറയേണ്ടത്? മണിപ്പൂരിൽ നമ്മൾ കണ്ടതില്ലേ എന്താണ് മണിപ്പൂരിൽ നടന്നത്? ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവനും കൊണ്ട്. ഇവിടെ ഒരു പ്രധാനമന്ത്രിയില്ലേ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ, പോലീസില്ലേ, പട്ടാളമില്ലേ, ഉദ്യോഗസ്ഥ വൃന്ദമില്ലേ? എന്തേ ഇവയെല്ലാം ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ പരസ്യമായിട്ട് റേപ്പ് ചെയ്ത് അവരുടെ അംഗബന്ധങ്ങൾ ഛേദിച്ച് അവരുടെ ഗുഹ്യഭാഗത്ത് പെട്രോൾ ഒഴിച്ച് അവരുടെ ബയനറ്റുകൾ കുത്തിയിറക്കി ആഹ്ലാദ നൃത്തം ചെയ്യുന്ന തെമ്മാടിക്കൂട്ടങ്ങളിൽ അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തിനോടോ നമ്മൾ ഭരിക്കുന്നത്? ആരെയാണ് ഇവർ ഭരിക്കുന്നത്? ഇങ്ങനെയൊരു ഭരണാധികാരികൾ ആരോട് സ്വീകരിക്കുന്നത്? അതാണ് അയ്യങ്കാളി. അവിടെ അന്ന് നിലനിന്നിരുന്ന ഗുണ്ടാ നേതൃത്വങ്ങൾ, സവർണാധിപത്യം, ജന്മിത്തം, നാടുവാഴിത്തം പോലുള്ള എല്ലാ സാമൂഹിക ക്രമങ്ങളെയും തച്ചു തകർത്തുകൊണ്ടാണ് അധസ്ഥിതരായ ജനങ്ങളെ തിരട്ടിയെടുത്തുകൊണ്ട് മനുഷ്യാവകാശ പോരാളിയാണ്. ഇല്ലേ, ഞാൻ ടിപ്പു ആദ്യത്തെ മനുഷ്യാവകാശ പോരാളി എന്ന് പറയുമ്പോൾ അയ്യങ്കാളി കേരളത്തിന്റെ, മലയാള നാടിന്റെ രാഷ്ട്രപിതാവാണോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാ? ആ കൊച്ചു പഞ്ചമി, ഈ പഞ്ചമിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന പഞ്ചമി മലയാള രാജ്യത്തിന്റെ, മലയാള രാഷ്ട്രത്തിന്റെ ഓമനപുത്രിയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കണം. എന്ന് മിണ്ടാതിരിക്കുന്നത്, നിയമസഭകളിൽ പാർലമെന്റുകളിൽ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അധസ്ഥിതനായതുകൊണ്ട്. അയ്യങ്കാളി അധസ്ഥിതനാണ്. ഒരിക്കൽ EMSന്റെ ചരിത്ര പുസ്തകത്തിൽ EMS പറഞ്ഞു, ഞാൻ അയ്യങ്കാളിയെ കുറിച്ച് കേട്ടിട്ടേ എന്നാണ് പറഞ്ഞത്. അയ്യങ്കാളി എങ്ങനെ ചരിത്രം എഴുതുന്ന എല്ലാ ചരിത്രകാരന്മാരും, എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും കൊണ്ട് ഇന്നും ദളിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേരികളിലും കോളനികളിലും ലക്ഷം വീടുകളിലും പുറമ്പോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. നമ്മള് ഈ എണ്ണംകെട്ട നായ്ക്കൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പാതകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോടോ നിങ്ങൾ കോളനികൾ വികസിപ്പിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ ചേരികൾ വികസിപ്പിക്കാത്തത്? എന്തുകൊണ്ട് ലക്ഷം വീടുകൾ വികസിപ്പിക്കാത്തത്? അവൻ കുടിവെള്ളം കുടിക്കുന്നുണ്ടോ? അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവൻ കക്കൂസിൽ പോകുന്നുണ്ടോ? പോഷകാഹാരമുള്ള ഭക്ഷണമാണോ കഴിക്കുന്നുണ്ടോ?
ഇല്ല. ഒരു ദിവസം പോഷകാഹാര കുറവുകൊണ്ട് ഒരു ദിവസം മാത്രം 5000 കുട്ടികൾ മരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതറിയാലോ, കണക്കറിയാലോ, ഞാൻ പറഞ്ഞതല്ല. എന്തേ ഇവരാരും മിണ്ടാത്തതെന്തേ? പാർലമെന്റിൽ അവിടെ പോയിട്ട് ഇരിക്കുന്നില്ല. ഒന്നും തന്നെ പാവപ്പെട്ടവന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ, അസ്പൃശ്യരാക്കപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അംബേദ്കർ പറയുന്നത് പോലെ ഉയർന്ന ശ്രേണിയിലേക്ക് പോകുന്തോറും ശേഷനും താഴേക്ക് വരുന്തോറും അവർ മ്ലേച്ഛനുമായി മാറുകയാണ്. നമ്മളിൽ തന്നെ പാണനും പറയനും പുലയനും ആശാരിയും കൊല്ലനും തട്ടാനും കവറയും ഇങ്ങനെ വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമൂഹം. ഇന്ത്യയിൽ 6000 ജാതികളുണ്ട്. ഈ 6000 ജാതികളും പരസ്പരം ഞാനാണ് ചേട്ടൻ, നീയാണ് മ്ലേച്ഛൻ, ഞാനാണ് മ്ലേച്ഛൻ, നീയാണ് ചേട്ടൻ എന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ആർക്ക് വളമാകുന്നതാണ്? ഈ രാജ്യത്തെ സവർണാധിപത്യത്തിന്, ബ്രാഹ്മണ മേധാവിത്വത്തിന് വളമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും വിമോചനത്തിന്റെ പടയെടുപ്പ്, വിമോചനത്തിന്റെ തീപ്പന്തങ്ങളാവാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ തൊട്ടാൽ പോലും കണ്ടാൽ പോലും അറയ്ക്കുന്ന കറുപ്പിന്റെ വെറുപ്പാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അയ്യങ്കാളി കറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വരേണ്യ വിഭാഗത്തിനെതിരെ, വെള്ള ഭീകരതയ്ക്കെതിരെ അതിശക്തമായി പടയെടുത്തത്. അതുകൊണ്ടാണ് അയ്യങ്കാളി പട എന്ന് തന്നെ ഒരു പോരാട്ട സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്, അറിയല്ലോ. അതുകൊണ്ട് അയ്യങ്കാളി കുറിയിട്ടിട്ടും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുമല്ല, ധ്യാനവും പൂജയും നിസ്കാരവുമല്ല, ത്യാഗനിർഭരങ്ങളായ പോരാട്ടങ്ങളാണ് മനുഷ്യ വിമോചനത്തിന്റെ ഏകപാത എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദിയായിട്ട് അവരെ വെടിവെച്ചു കൊല്ലുന്നു, ദളിത് ഭീകരവാദി അവരെ കൊല്ലുന്നു, ആദിവാസി വിഭാഗത്തെ ഇവരെ കൊല്ലുന്നു, അവർ മാവോയിസ്റ്റാണെന്ന് പറഞ്ഞ് അവരെ കൊല്ലുന്നു. നമ്മൾ പരസ്പരം ഇഴുകിച്ചേരേണ്ട, ഐക്യപ്പെടേണ്ട, തോളൊരുമി നിൽക്കേണ്ട മനുഷ്യ സ്നേഹികളെ ഹിന്ദുത്വത്തിന്റെയും സവർണ ബ്രാഹ്മണ്യത്തിന്റെയും ആർഷകാല സംസ്കാരത്തിന്റെയും വേട്ടപ്പട്ടികൾ നിരന്തരമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടകാലത്താണ് അയ്യങ്കാളിയുടെ 83ാം ഓർമ്മദിനം നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ വെറുതെ ഓർമ്മിച്ച അയ്യോ ഭഗവാനെ, ദേവി, ദേവ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോവുകയല്ല, വേണ്ട പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മരിക്കുക അതിന് വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും ജീവിക്കണം എന്ന് പറയുന്ന ആളല്ല, നമ്മൾ മരിക്കണം, അതിനുവേണ്ടി പോരാടണം എന്നുള്ള അഭിപ്രായക്കാർ. അതുകൊണ്ട് ഈ പാർലമെന്റും പഞ്ചായത്തും നിയമസഭകളും നമ്മളെ കാപ്പാറ്റാൻ പോകുന്നില്ല. അയ്യങ്കാളി ചെയ്തതുപോലെ നമ്മൾ വില്ലുവണ്ടികൾ ഒരു തീവണ്ടിയേക്കാൾ വേഗതയാണ് ഒരു കാളവണ്ടിക്ക് എന്ന് തെളിയിച്ചു കൊടുത്ത മഹാനായ വിപ്ലവകാരിയാണ് അയ്യങ്കാളി. അതാണ് ഈ വില്ലുവണ്ടി എന്ന് പറയുമ്പോൾ ഒരു പറഞ്ഞൊരു സാധനമല്ല. തീവണ്ടിക്കാൾ ഇന്ന് പറയുന്ന പുരോഗമനം ഉണ്ടല്ലോ, ഇന്ന് പറയുന്ന നമ്മളൊക്കെ അതിവേഗം ബഹുദൂരം എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, തട്ടിപ്പാണോ, ശുദ്ധ തട്ടിപ്പാണത്. ഇവന്റെ ബഹുദൂരമൊന്നും നമുക്കേശുന്നതല്ല. നിങ്ങൾ ആശുപത്രികളിൽ പോയി നോക്കൂ, സർക്കാർ ഓഫീസുകളിൽ പോയി നോക്കൂ, ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഇവരുടെ ചോട്ടിലേക്കൊന്ന് പോയി നോക്കൂ, അപ്പറിയാം. അയാൾ കറുത്ത ആളാണ്, പഴനിമലേട്ടൻ എന്ന് പറയുന്ന അയാൾ പുലയനാണ്, ഇയാൾ വണ്ണാനാണ്, അയാൾ ചോപ്പനാണ്, ഇയാൾ ചേപ്പനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ ജാലം വലിക്കുക എന്ന് പറയും. ഇപ്പൊ മായാണ്ടി സാറൊക്കെ വലിയ ഉദ്യോഗസ്ഥൻ, ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന അവിടെ ഇരുന്ന മായാണ്ടി സാറിന് അറിയാം എങ്ങനെയാണ് ആ കസേരയിൽ ഇരുന്നത് എന്ന്. ഞങ്ങളുടെ നാട്ടിൽ പഴയൊരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു മണിയേട്ടൻ പെരുമാട്ടിയിൽ. ആ മണിയേട്ടന് ഒരു റിട്ടയർഡ് ആവുന്നത് ഒരു അസ്വസ്ഥനായിരുന്നു ആ മനുഷ്യൻ. എന്താ കാരണം? നാളെ നമ്മൾ ഈ തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന പോലെയാണ്, ഒരു കളവ് പോലെയാണ്. എന്താ കാരണം? ഞങ്ങള് വിളിച്ചു പറഞ്ഞു, മണിയേട്ടനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് മണിയേട്ടൻ പറഞ്ഞു അവിടെ പോയിട്ട് ഇരിക്കാൻ സമാധാനമില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് പരിഗണിക്കില്ല. പഞ്ചായത്ത് സെക്രട്ടറി ആദ്യം ദളിതനാണ്, പരിഗണിക്കില്ല. ഇപ്പോഴും ആ മനുഷ്യൻ എന്നിട്ട് റിട്ടയർഡായി കുറച്ചു നാളുകളിൽ അദ്ദേഹം മരിച്ചുപോയി. അത്രമാത്രം തല പുകഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നും കത്ത് കൊടുക്കാൻ പോകാത്ത ഗ്രാമങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട് ഇന്ത്യയിൽ. ഒട്ടും കത്ത് കൊടുക്കാൻ പോകില്ല. ദളിത് കോളനികളാണ്, ചേരികളാണ്. പാൽ സൊസൈറ്റിയിൽ ദളിതൻ എരുമിന്റെ ഭാഗമായിട്ട് പോയ പാത്രം എറിഞ്ഞു കൊടുക്കുന്ന സാമൂഹിക ചുറ്റുപാടും ഉണ്ടാകും. നമ്മുടെ ബോർഡറിൽ പോയതാണ് കാണാം കേരളത്തിൽ. എന്താ കാരണം? അവിടെ നിലനിൽക്കുന്നത് ഈ നമ്മുടെ കേരളത്തിൽ അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ നിലനിന്ന ആ സവർണാധിപത്യം, ആ ഫ്യൂഡൽ അധികാര വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ വിമോചനത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിമോചനം ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഇവര് നമ്മളെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവയെല്ലാം ഒന്നൊന്നായിട്ട് നിയമങ്ങൾ പാസാക്കും, ഭീകര നിയമങ്ങൾ കൊണ്ടുവരും, ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രപഥം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളുടെ ഭരണഘടനയെ തന്നെ സാക്ഷികളോ മനുഷ്യനെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു കാലഘട്ടം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആശ്വാസമൊന്നും രാജൻ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആശ്വസിക്കാൻ വകയില്ല സുഹൃത്തുക്കളെ.
നമുക്ക് ആശ്വസിക്കാൻ വകയില്ല, നമുക്ക് ശ്വസിക്കാൻ പോലും വകയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുക? അതുകൊണ്ട് ആശ്വസിക്കണമെങ്കിൽ സ്വന്തം തനിക്ക് സ്വന്തം കയ്യെ ഉപകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തനിക്കെന്തും സംഭവിക്കട്ടെ, മരണത്തെ പുൽകല്ല തയ്യാറാണ്. പക്ഷെ ഞാൻ മർദ്ദികർക്ക് വേണ്ടി, അവസ്ഥകൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടതിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതും പോരാടുമെന്ന ദൃഢമായ കാഴ്ചപ്പാട് തന്നെയാണ് ഈ അനുസ്മരണ സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഈ അനുസ്മരണ വേളയിൽ നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഉള്ളത്. അല്ലാതെ നമുക്ക് ഡാമിൽപ്പെട്ട ശിവരാജിന് നീതി കിട്ടാൻ പോകുന്നില്ല. കാരണം അതൊക്കെ വേറെ ലെവലാ. നിങ്ങളിപ്പോ ഏതെങ്കിലുമൊക്കെ പാർട്ടികളിൽ വോട്ട് ചെയ്ത് അവര് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുത്തന് വിചാരിക്കാൻ പോകുന്നില്ലല്ലോ. ദളിതം പോയാല്, മുസ്ലിം അതിൽ പോയാല്, ദളിതന് പിന്നെ പട്ടികജാതി മോർച്ച, പിന്നെ ദളിതന് പട്ടികജാതി എന്താ കോൺഗ്രസ് അല്ലെ, എന്ത് കോൺഗ്രസ്, ദളിത് കോൺഗ്രസ്, CPM-ൽ വിപ്ലവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയേ, അവിടെ എന്താ AKS-ഉം പിന്നെ PKS-ഉം ഇല്ലേ. ഈ എന്താ പറയാ, ഇതാണ് അവസ്ഥ. അപ്പൊ എല്ലാ ഇടങ്ങളിലും ജാതി ഒരു യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവാണ്. ഈ ജാതി നിലനിൽക്കേണ്ടത് ഇന്ത്യയിലെ ബ്രാഹ്മണാധികാര വ്യവസ്ഥയുടെ പിന്നെ ആവശ്യമാണ്. ജാതി നിലനിൽക്കേണ്ടത്. പണ്ട് മനുഷ്യര് റോട്ടിലൂടെ നടക്കുമ്പോ നമ്മൾ കേട്ടില്ലേ, 2 പാനികൾ, ഒരു ചൂല് ഇല്ലേ, പിന്നാലെ ചൂല്, മുൻപിൽ പാനിയും കെട്ടി. നമ്മൾക്ക് തുപ്പൽ തോന്നിയാൽ ഈ പാനിയിൽ തുപ്പുകയും നമ്മുടെ കാൽപ്പാടുകൾ നിലത്ത് പതിയാതിരിക്കാൻ ഈ ചൂലുകൾ അടിച്ചു വാരുകയും ചെയ്യുന്ന രീതിയിൽ മുൻപിൽ പാനിയും പിന്നിൽ ചൂലും കെട്ടി നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമുക്ക് ഇപ്പോ ഇതൊന്നും മാറി എന്നുള്ള അവസ്ഥ ചെറുങ്ങനെ ഈ വ്യവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട്. ഇവർ പതിയിരിക്കുകയാണ്, ഈ കള്ളക്കമ്പട്ടങ്ങൾ പതിയിരിക്കുകയാണ്. ഏത് സമയത്തും ചാടി വീഴും. അത് പുതിയ രാഷ്ട്രീയ രൂപങ്ങളിൽ, പുതിയ മതരൂപങ്ങളിൽ കടന്നു വരാവുന്ന രീതിയിലാണ് ഈ ഫാഷിസം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് സാമ്രാജ്യത്വവും സവർണ ബ്രാഹ്മണ്യവും കോർപ്പറേറ്റ് മൂലധനം മുതലാളിത്തവും ചേർന്നുകൊണ്ടുള്ള ആധുനിക കാലഘട്ടത്തിലെ ഈ ജന്മി നാടുവാഴിത്തത്തിനെതിരെ കടമുഴകേറിയാനുള്ള ആയുധശക്തിയായിട്ട്, സായുധ ശക്തിയായിട്ട്, അല്ലെങ്കിൽ ഡൈനമിറ്റുകളായിട്ട്, തീബന്ധങ്ങളായിട്ട് മാറാനുള്ള ആർജവമാണ് നാം ഓരോരുത്തരും അയ്യങ്കാളി അനുസ്മരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ.